നോമ്പ് കാലഘട്ടം അത് പങ്കിടലിന്റെ, പങ്കുവയ്ക്കലിന്റെ കാലമാണ്. നിർജ്ജന പ്രദേശത്ത് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന ജനം, 5000-ലധികം പുരുഷന്മാർ മാത്രമുണ്ട്. കർത്താവിന്റെ അധരങ്ങളിലൂടെ വരുന്ന വചനം കേട്ട് ഭൗതികമായ തങ്ങളുടെ വിശപ്പും ദാഹവും മറന്നിരുന്ന ജനം. ശിഷ്യന്മാർ യേശുവിനോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വ്യക്തികൾക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുമ്പോൾ അന്ത്രയോസ് യേശുവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കരങ്ങളിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അവനത് നൽകുവാൻ തയ്യാറാണ്. തനിക്ക് തന്റെ വിശപ്പടക്കുവാൻ തന്റെ കരങ്ങളിൽ ഇരുന്ന ഭക്ഷണം അത് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നൽകുവാൻ തയ്യാറായ ബാലൻ. കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിൽ നിന്ന് കേട്ട വചനങ്ങളും അവന് നൽകിയ രൂപാന്തരം ഇതാണ്: എനിക്കായിട്ട് ഒന്നുമില്ല, എനിക്കുള്ളത് അത് പങ്കിടേണ്ടുന്നതാണ്. എനിക്കായി ദൈവം നൽകിയത്, എനിക്കായി സമൂഹം നൽകിയത്, എനിക്കായിട്ട് എൻ്റെ മാതാപിതാക്കൾ നൽകിയത്, എന്റേത്, എന്റെ സ്വന്തമായത്, അത് മറ്റുള്ളവന് വേണ്ടി പങ്കിടുമ്പോഴാണ് യഥാർത്ഥമായ ദൈവീക നന്മ അനുഭവിപ്പാനായിട്ട് കഴിയുക. 5 അപ്പം 5000 പേർക്ക് നൽകി പോഷിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ആ സംഭവം അവസാനിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നോമ്പ് കാലഘട്ടം അത് പങ്കിടലിന്റെ കാലഘട്ടമാണ്. എന്റേതാണ് എന്ന് പറഞ്ഞ് നമുക്കായിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സ്വാർത്ഥ ചിന്തകളും സ്വാർത്ഥ അനുഭവങ്ങളും സ്വാർത്ഥ ഉറവിടങ്ങളും മറ്റുള്ളവന് വേണ്ടി നൽകുവാൻ തയ്യാറാകുന്ന കാലമായി ഈ നോമ്പ് കാലഘട്ടം മാറണം. പങ്കിടുമ്പോഴാണ് യഥാർത്ഥമായ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാനായിട്ട് കഴിയുക. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, വിശന്നിരിക്കുന്നവന് ഭക്ഷണം നൽകുന്നതാണ് യഥാർത്ഥമായ ഉപവാസം. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല, വിശക്കുന്നവന്റെ വിശപ്പ് അകറ്റുക എന്നതും ഉപവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാളുകൾ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന, പങ്കിടലിന്റെ നാളുകളായി മാറട്ടെ. അതിന് ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.